എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വൈകിട്ടത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ പരിപ്പാണ്. അതുകൊണ്ട് പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ വൈകിട്ട് പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് കൊണ്ട് ചായ ഇന്ന് കൊടുക്കണം. നമ്മൾ സാധാരണ പുറത്തുനിന്ന് ചായ മേടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇന്ന് അച്ഛനൊന്നും ഇല്ലായിരുന്നു, അപ്പം ചേട്ടൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഇത് രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേന്നേ. 3-4 മണിക്കൂർ വേണമല്ലോ ഒന്ന് കുതിർന്നൊക്കെ കിട്ടാനായിട്ട്. അപ്പം ഞാൻ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് പരിപ്പേ എടുത്തോളൂ. ഒരു 300-350 ഗ്രാമേ എടുത്തോളൂ. അവരൊരു 6 പേരേ ഉള്ളൂ. പിന്നെ നമുക്കൂടെ കുറച്ച് അമ്മയൊന്നും ഇല്ല, പിന്നെ ഞാനും ചേട്ടനും കുഞ്ഞേ ഉള്ളായിരുന്നു. നമുക്കൂടെ വേണ്ടി കുറച്ച് ഇട്ട് വെച്ചേ. അപ്പോൾ ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇതിട്ട് വെക്കുവാണെങ്കിൽ നല്ലതായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പരിപ്പട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്തൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് വേറെ വെള്ളത്തിലൊക്കെ ചെറിയ പൊരിപ്പ് കണക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുവാണ്. അപ്പം അത് വെക്കാനായിട്ട് ഞാൻ ഇവിടെ ശക്കല ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക് ഇത്ര എടുത്ത് എല്ലാം ആ കൂട്ടത്തിൽ അതിനെ അരിഞ്ഞു വെച്ചു. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാൻ നേരം ആകുമ്പോൾ പണി തീരുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി ചട്നിയും ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ ഞാൻ ഒരു തക്കാളി, ഒരു സവോളയും കൂടി എടുത്തു. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്നി കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് എടുത്തത്. അപ്പം ഞാൻ സവോള ചെറിയ പീസാക്കേണ്ടത് ഇത് കണക്കൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതിട്ട് അടിച്ചെടുത്താൽ മതി. പക്ഷേ നമ്മൾ സവോള ഉള്ളി കണക്കല്ലല്ലോ, സവോള അടിക്കുമ്പോഴത്തേക്കിനും ഒരു പച്ചമണമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാനത് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചിട്ടിടുവാണെങ്കിലേ ഒരു സവോള മൂപ്പിച്ചിടുമ്പോഴല്ലേ അതിനൊരു രുചി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ സവോള എണ്ണ ചീനച്ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ മൂത്തപ്പോഴത്തേക്കിനും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തേ. അപ്പം ഞാൻ ആ സമയത്ത് തക്കാളിയെല്ലാം മുറിച്ച് വെച്ചു. ഞാൻ തക്കാളി തൊലി കളഞ്ഞിട്ട് എടുക്കാറുള്ളത്. അപ്പം ഒത്തിരി മൂക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ആ ഒരു പച്ച മണമൊക്കെ മാറാൻ വേണ്ടി ഒന്ന് സവോള എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ചട്നി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തട്ടുകടകളിലൊക്കെ ഇങ്ങനെ ബജിയുടെ കൂടെയൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്തൊക്കെ ഒന്ന് പരുവത്തിൽ വരുമ്പോഴത്തേക്കിനും നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഈ ഒരു പരുവം മതി കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കണേ. എന്നിട്ട് തണുപ്പെല്ലാം മാറിയതിന് ശേഷം നമുക്കിനി മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ടോട്ട് ഈ സവോള മൂപ്പിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി ഇനിയിപ്പം വേറെ ഒന്നും മൂപ്പിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ സവോള എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ആ എണ്ണയുണ്ടല്ലോ, ഇപ്പം നമ്മൾ സവോള മൂത്ത് കിട്ടിയ എണ്ണയുണ്ടല്ലോ, അത് ചേർത്തേക്കണം. അപ്പം സവോള എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ ഒരു തക്കാളി എടുത്തുള്ളൂ ചെറുത്. അപ്പം അതിന് തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ പിന്നെ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനകത്ത് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ശകല ഉപ്പ്, ഒത്തിരി വേണ്ട, നമ്മുടെ പരുവത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണമുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശകലം പഞ്ചസാരയാണ്. ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയ പരുവത്തിലാണ് നമ്മൾ ഈ മുളക് തയ്യാറാക്കുന്നത്. അപ്പം ഈ കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ശകലം മുളക് പൊടി, ഒത്തിരി വേണ്ട കേട്ടോ, ഒരു ശകലം എരിവ് കൂടെ വേണമല്ലോ. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കൂടിയതാണ് ഈ ഒരു ചട്നിയെ. അപ്പം ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് ഒന്ന് അടിച്ചെടുക്കുവാണ്. അപ്പം നമ്മൾ ഇത്ര ഉള്ള സംഭവം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി തക്കാളി ചട്നി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുളകിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടി നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ ബജി മുളകൊക്കെ കഴിക്കത്തില്ലേ, ബജി മുളക്, ഉഴുന്നുവട, ഉള്ളിവടയുടെ കൂടെയൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെക്കുമല്ലോ, അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചട്നി ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനൊരു പ്രാവശ്യം നമ്മൾ ബജി കഴിക്കാൻ പോയപ്പോൾ ഒരു ചേട്ടൻ, നമുക്ക് പരിചയമുള്ള ചേട്ടനാണ്, ആ പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പം നമ്മളൊന്ന് വീട്ടിലിടയ്ക്ക് ഒക്കെ വെക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ബജി മുളകൊന്നും കുഞ്ഞൊന്നും കഴിക്കത്തില്ല, ഉള്ളിവട, ഉഴുന്നുവട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിക്കും, പരിപ്പുവടയൊക്കെ. അപ്പോൾ അതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മളിത് കുറച്ചുണ്ടാക്കി വെക്കുക, കൊച്ചിന് ഇഷ്ടമായതുകൊണ്ട്. അപ്പം മുളകും ഒക്കെ സെറ്റായി എല്ലാം വെച്ചു. ഇനി നമുക്ക് പരിപ്പുവടയുടെ കാര്യങ്ങളിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉച്ചയ്ക്കത്തെ പണിയെല്ലാം കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ഒരു 2-2:30 ആയപ്പോഴത്തേക്കിനും എല്ലാം നല്ലതായിട്ട് കുതിർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം പരിപ്പ് തന്നെ എടുത്തിട്ട് ഞാൻ ഈ ക്യാമറയും പിടിച്ച് ഈ ഫോണും പിടിച്ച് ഇത് എടുക്കുന്നവരാണ്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് വീഡിയോയ്ക്ക്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പം ഞാൻ പരിപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പരിപ്പ് നന്നായിട്ട് ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് നന്നായിട്ട് അരഞ്ഞെടുക്കണേ. അപ്പം ഇതാണ് നമ്മൾ പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുഴയ്ക്കാനൊക്കെ എടുക്കണമല്ലോ. ഇനി കുറച്ച് കാര്യങ്ങളോടൊക്കെ ചേർക്കാനുണ്ട്. അതും നമ്മൾ 3-4 പരിപ്പ് അരയ്ക്കാതെ മാറ്റി വെക്കണേ. നമ്മൾ ഈ പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ സൈഡിൽ കണ്ടിട്ടില്ല അരയ്ക്കാത്ത രീതിയിലുള്ള പരിപ്പ്, അത് ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഞാൻ വെച്ചു. പിന്നെ ആ ജാറിനകത്തോട് തന്നെ ഞാൻ ഉള്ളി കുറച്ച് കൂടുതലിടുന്നുണ്ട്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അടിച്ചെടുക്കണം. ചിലർ പെരിഞ്ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളതൊന്നും ചേർത്തില്ല കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഞാൻ ഉള്ളിയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് അരച്ച് കിട്ടുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെയാണ്. നമുക്കത് കഴിക്കാൻ തോന്നും, അത്ര പരുവത്തിലാണ്. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഞാനിത് ഇളക്കുന്നതൊക്കെ കൈകൊണ്ട് എടുക്കുന്നത് കാണിക്കാത്തത് എന്നാന്ന് വെച്ചാൽ ഞാൻ സ്പൂൺ കൊണ്ട് ഇപ്പോൾ ഇളക്കുന്നത് ഈ ഫോണും കൂടെ പിടിക്കുന്നതുകൊണ്ടാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയാലോ യോജിപ്പിക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കാറുണ്ട്, കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായവും കൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു പരിപ്പുവടയുടെ ആ ഒരു കറക്റ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മളിതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഉപ്പൊന്നും വേണ്ട. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ. ഈ പരിപ്പുവടയ്ക്കൊക്കെ ഒത്തിരി ഉപ്പായാൽ നമുക്കൊരു വല്ലാതിരിക്കും. അപ്പം നമ്മൾ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത് കണക്ക് ഒരു പാത്രത്തിലോട്ട് അതെല്ലാം ഉണങ്ങിയൊരു പാത്രത്തിലോട്ട് വേണം നമ്മളിത് ശരിയാക്കാൻ, എല്ലാം കോരി വെക്കാനായിട്ട്. അത് പാത്രമല്ല ഞാൻ അടുപ്പിച്ച് വെച്ചത്, ഞാൻ ഇനി കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഉരുളയാക്കി എടുത്തിട്ട് നമ്മളത് ഒരു റൗണ്ട് കണക്കാക്കി എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഈ പരുവത്തിലല്ല. പിന്നെ നമ്മൾ കുറച്ച് ആ പരുവാക്കുമ്പോഴത്തേക്കിനും ഒത്തിരി നമ്മൾ കനത്തിൽ വെക്കരുത്. കാരണം നമ്മൾ എണ്ണയ്ക്കകത്ത് ഞാൻ ചീനിച്ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കനത്തിലാക്കുക, നമ്മൾ അകമൊക്കെ വേകാനായിട്ട് പാടും. തീരെ നൈസായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അകം വേഗത്തില്ല, പുറം ഇങ്ങനെ മൊരിഞ്ഞു ഇരിക്കും, അകം വേകാതെയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തീരെ നൈസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് കനം ഉണ്ടായിരുന്നു. പക്ഷേ അകമൊക്കെ വെന്ത് ഞാൻ ഒത്തിരി എണ്ണ എടുത്തില്ല. ഈ ഒരു പരുവത്തിൽ ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 2 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. എണ്ണയ്ക്കകത്ത് കിടന്ന് ഒത്തിരി എണ്ണ ഉപയോഗിച്ചില്ല. ചിലരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം എണ്ണ നിറഞ്ഞിരിക്കുമല്ലോ. ആ ഒരു പരുവത്തിലെടുത്തില്ല, കുറച്ച് എണ്ണയ്ക്കകത്ത് ഞാൻ 2 എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പുവടയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കിനും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് ഒരു പരുവാകുമ്പോൾ മാത്രമേ മറിച്ചിടാവുള്ളൂ. അപ്പം നമ്മൾ തീ എന്തായാലും അധികം സ്പീഡിൽ വെക്കരുത്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം ഈ തീ നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ പുറമെല്ലാം പെട്ടെന്ന് വേഗം ഇങ്ങനെ മൂത്ത് വരും, അകം വേഗത്തുമില്ല. അപ്പം ചെറിയ തീയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരു കണക്ക് വെന്ത് കിട്ടും. അപ്പം ഞാൻ തീ കുറച്ചാണ് ഇട്ടിരുന്നത്. അപ്പം നമുക്ക് ഈ കളർ കാണുമ്പം തന്നെ അറിയാം പുറം നമ്മൾ താഴ്വശം എല്ലാം ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം കേട്ടോ. ഈ അപ്പുറത്തെ സൈഡ് മാത്രമേ വേകാനുള്ളൂ കണ്ടോ. അപ്പം ഞാൻ മറിച്ചിട്ടു. അപ്പം നമ്മളിത് പരിപ്പുവടയാണ്ട് അവസാന ഘട്ടമൊക്കെ ആയി. ഇനി ആ താഴ്വശം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ തീ എന്തായാലും കുറച്ചിടെ ഇട്ടേ പറ്റത്തുള്ളൂ. കൂടിയിട്ടാൽ അകം വേഗത്തില്ല, പുറം മാത്രം വെന്ത് കിട്ടും. ഞാൻ പണ്ടൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും അങ്ങനെയൊക്കെ അബദ്ധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കനം കൂട്ടി ഉണ്ടാക്കി, പിന്നെ തീ അങ്ങ് കൂട്ടിയിട്ടപ്പോഴേ അകം പെട്ടെന്ന് വേകാതെ വന്നു. അപ്പം ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ 2 കൂടുതൽ വെച്ചേക്കാമെന്ന് വെച്ച് അപ്പം ആദ്യത്തെ 2 എണ്ണം ഉണ്ടാക്കി വെച്ചേ. അപ്പം ഞാൻ പിന്നെ പൊട്ടിച്ച് കാണിക്കാം. നല്ല മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആകാവശമൊക്കെ. അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്തത് ഞാൻ 3 എണ്ണം ആക്കി വെച്ച് കൊടുത്ത് തീരെ സ്മൂത്താക്കി വെച്ച് കൊടുത്തു. അപ്പം നല്ല സോഫ്റ്റല്ല, കട്ടിയുണ്ട്. നല്ല അകമൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം ഒരെണ്ണം ഞാനും എടുത്ത് ഒരെണ്ണം ചേട്ടനും എടുത്ത്. അപ്പം നമ്മൾ പണിക്കാർക്ക് ചായ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പാലും എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചു. അപ്പം പരിപ്പുവടയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചു. അവർക്ക് ഉള്ളതും എല്ലാം കൊണ്ടുപോയി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പരിപ്പുവടയും ഈ ഒരു മുളക് ബജിയും, ഈ മുളകും നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ചാനൽ തുടർന്നും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി.